ഭാഷ പഠിക്കുകയുള്ളൂ. അറബി ഭാഷ ഉണ്ടാകുമ്പോഴേ വാണിജ്യ ഭാഷയായ അന്നത്തെ വാണിജ്യ ഭാഷയായ അറബി കൂടുതൽ ജനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അറബികളാണ് ഈ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ പറ്റിയ ആളുകൾ ഓരോ വീട്ടിലും ഉണ്ടാകണം. അതാണ് മുക്കുവന്മാരെ പുതു ഇസ്ലാം ഉസ്ലാൻ എന്നുള്ള ഒരു പ്രയോഗത്തിൽ പിൽക്കാലത്ത് പ്രയോഗിച്ചു വന്നത്. അങ്ങനെയുള്ള അറബി കച്ചവടക്കാരുടെ വരവ് കണ്ടിട്ടാണ് ഈ ഒരു നാഫിദ മിസ്കാൽ എന്ന് പറയുന്ന ഒരു അറബി കച്ചവടക്കാരൻ ഇന്ന് 8 നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിമനോഹരമായ സഞ്ചാരികളുടെ പർദീസയായി നിലകൊള്ളുന്ന ഈ മസ്ജിദ് ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ വാണിജ്യ സംഘം ഇവിടെ വരികയും നല്ല സൗഹാർദ്ദത്തിൽ കഴിയുകയും ചെയ്തു. വാസ്കോ ഡ ഗാമ വന്ന് മഞ്ഞക്ക് നന്നാക്കി മുകളിലും എല്ലാ സ്ഥലത്തും എപ്പോഴും വൃത്തിയായി നിൽക്കണമെങ്കിൽ നല്ല ജോലിക്കാർ കൂടുതൽ വേണം, അതിന് വരുമാനം കൂടുതൽ വേണം, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും പ്രയാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ലോകത്തിന്റെ നിറകയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഒരു ആരാധനാലയവും മുസ്ലിം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദീനുൽ ഇസ്ലാമിന്റെ മഹത്തായ ഒരു ചൈതന്യവും ഉയർത്തി പിടിക്കുന്ന ഈ ഒരു കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഖാദിയാകുന്നതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇസ്ലാമാണ്. പൊന്നാനിയിലെ മഹാനായ മഖ്ദൂം തങ്ങളും പോലുള്ള മഹാപണ്ഡിതന്മാരും സയ്യിദന്മാരുമായൊക്കെ ആയുള്ള സാമൂതിരിയുടെ ആ ബന്ധം അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മഖ്ദൂം കുഞ്ഞാലിമാരുടെ നേതൃത്വത്തിൽ മുസ്ലിം പടക്ക് അയച്ചു കൊടുത്തു. അവര് കത്തെഴുതിയിട്ട് ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ നേവിയെ വരുത്തി. അങ്ങനെയാണ് കോഴിക്കോടിനെ സംരക്ഷിച്ചത്. അല്ലെങ്കിൽ കോഴിക്കോട് ഒരു ഗോവയായി മാറുമായിരുന്നു. അപ്പൊ ഈ കോഴിക്കോട് ഹൈന്ദവ മുസ്ലിം സാഹോദര്യം നിലനിർത്തി ഇവിടെ വന്ന ക്രിസ്ത്യാനികളെയും മറ്റേതു മതക്കാരെയും സ്വീകരിക്കുന്ന നല്ലൊരു കേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നതും വാണിജ്യത്തിന്റെ നല്ലൊരു ഈറ്റിലമായി നമ്മുടെ നാട് നിലനിൽക്കുന്നതും എല്ലാം അന്ന് സാമൂതിരി എടുത്ത ആ ഒരു നിലപാട് സൂക്ഷിക്കുന്നുണ്ട്. ഹാഷിം സാഹിബിനെ പോലുള്ള ആളുകൾ, വിശ്വപൗരന്മാർ, ലോകത്തെല്ലാം ബന്ധമുള്ള ബിസിനസ്സുകാർ നേതൃത്വത്തിലുണ്ടാകുമ്പോൾ തങ്ങളെ പോലുള്ള ഒരു വ്യക്തി കൂടെ ചേർന്നാൽ തീർച്ചയായും ഇത് ഇനിയും മനോഹരമായി മാറ്റാൻ കഴിയും. നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ടൂറിസം ഫണ്ടിൽ നിന്ന് ഒരിക്കൽ ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ദുബായ് നന്നാക്കി മുകളിലും എല്ലാ സ്ഥലത്തും എപ്പോഴും വൃത്തിയായി നിൽക്കണമെങ്കിൽ നല്ല ജോലിക്കാർ കൂടുതൽ വേണം, അതിന് വരുമാനം കൂടുതൽ വേണം, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും പ്രയാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ലോകത്തിന്റെ നിറകയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഒരു ആരാധനാലയവും മുസ്ലിം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദീനുൽ ഇസ്ലാം